അപ്പോൾ ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഹെയർ കെയറിൻ്റെ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. പ്രോപ്പറായിട്ട് ഹെയർ ഫോൾ കുറയ്ക്കുക, ഹെയർ എങ്ങനെ നറിഷ്ഡായിട്ട് വളർത്തുക, അതിനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, പ്രോപ്പർ സ്ലീപ്പ്. ഡെയിലി ഒരു 6 to 7 hours എങ്കിലും നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ മുടിയുടെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക. മൂന്നാമത്തെ കാര്യം, ഡെയിലി കുറച്ച് സമയമെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നമ്മുടെ ശരീരം ആക്റ്റീവായിട്ടിരിക്കാൻ നോക്കുക. നാലാമത്തെ കാര്യം, ഡയറ്റ് ശ്രദ്ധിക്കുക. അതായത് കണ്ട ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. അതായത് അവോയ്ഡ് സ്പൈസി ഫുഡ്, ഓയിലി ഫുഡ്, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഷുഗറി കണ്ടൻ്റ് ഒക്കെ ഉള്ള ഫുഡ് ഒഴിവാക്കുക. നാലാമത്തെ കാര്യം, സ്കാൽപ്പ് മസാജ് ചെയ്യുക ഡെയിലി. അതൊരു 2 to 3 times a day എന്നുള്ളൊരു റുട്ടീനിൽ നിങ്ങൾ ചെയ്യുക. സ്കാൽപ്പ് മസാജ് പല പ്രൊഡക്ട്സും ഈ രീതിയിൽ സ്കാൽപ്പ് കംപ്ലീറ്റ്ലി മസാജ് ചെയ്യുക. കംപ്ലീറ്റ്ലി സ്കാൽപ്പ് മസാജ് ചെയ്യുക. അടുത്ത ടിപ്പ്, ഹെയർ എന്നും വാഷ് ചെയ്യണ്ട. എന്നും വാഷ് ചെയ്യണ്ട, അതൊരു മിത്താണ്. ഹെയർ എന്നും നമ്മൾ കഴുകിയാൽ മാത്രമേ മുടി വൃത്തിയിൽ വളരുള്ളൂ എന്നുള്ളത്. എന്നും ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് അത് കേടാണ്, മുടി കൊഴിച്ചിൽ കൂടുകയുള്ളൂ. ഈ ഹെയർ വാഷിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓയിൽ മസാജാണ്. അതും 2 to 3 times a week ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ ആഴ്ചയിലൊരു 2-3 ദിവസം മാത്രം ഹെയർ വാഷും ഹെയർ ഓയിൽ മസാജും ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകുക. നല്ല കണ്ടീഷണർ യൂസ് ചെയ്യുക. ആയുർവേദിക് ഷാമ്പു യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇതിൻ്റെ ഒക്കെ കൂടെ ജനറലായിട്ട് നിങ്ങളുടെ ഹെയർ കെയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹെയർ നറിഷ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്, ഹെയർ സ്പാ. അപ്പോൾ ഇതൊക്കെ ഞാൻ വരും വീഡിയോസിൽ പറയും. അപ്പോൾ ഡു ഫോളോ മൈ ചാനൽ. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.